ഇന്ന് നമുക്ക് ഇന്നത്തെ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 5-ാം അധ്യായം 16-ാം വാക്യം 17-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം 17-ാം വാക്യം. ആദ്യാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അതായത് ചിലരെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, മനുഷ്യന് വികാരമില്ലാത്ത ജീവിയാണ്, സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കത്തില്ല. എന്ത് കേട്ടാലും ഇങ്ങനെ. ശരിക്കും ഒരാള് ആത്മാവില് നടത്തപ്പെടുന്ന ഒരു സ്പിരിച്വൽ റലത്തില് കാര്യങ്ങളെ കണ്ട് സ്പിരിച്വൽ റലത്തിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം, ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. അതുകൊണ്ട് ഈ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ ജനം അറിവില്ലായ്മ നിമിത്തം നശിച്ചു പോകുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹോശേയ 2 അങ്ങനെ പറയുമ്പോൾ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-13 പറയുകയാണ്, എന്റെ ജനം അറിവില്ലായ്മ നിമിത്തം പ്രവാസത്തിലേക്ക് പോകും. 2 കാര്യം, 1 പ്രവാസത്തിലേക്ക് പോകുന്നു, 2 അടിമത്വത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറിവില്ലായ്മ നിമിത്തം അടിമത്വവും അറിവില്ലായ്മ നിമിത്തം നാശവും സംഭവിക്കുന്നെങ്കിൽ അറിവ് നിമിത്തം എന്തുണ്ടാകും? സ്വാതന്ത്ര്യം ഉണ്ടാകും. അറിവ് നിമിത്തം നശിക്കത്തുമില്ല. ഇത് രണ്ടും അവിടെ കിട്ടും. അപ്പൊ ഈ അറിയുക, സത്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 8:32 പറയാൻ, നിങ്ങൾ സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. അപ്പൊ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക, ദാറ്റ് ഈസ് ഒരു അമേസിങ്. അതായത് എന്ന് പറഞ്ഞാൽ സത്യത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല ഇഷ്യൂവിന്റെയും കാരണം എന്താണെന്നറിയോ? നമ്മള് പല കാര്യങ്ങളെയും ജഡപ്രകാരമാണ് കാണുന്നത്. ഈ ഇഷ്യൂ ഉണ്ടാക്കാൻ കാരണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയതുകൊണ്ട്, ആ പ്രശ്നം ഉണ്ടാകാൻ ഇന്ന ഭക്ഷണം ഞാൻ കഴിച്ചതുകൊണ്ട്, ഇന്ന പ്രശ്നം ഉണ്ടാകാൻ അവരെനിക്ക് വിരോധമായി സംസാരിച്ചതുകൊണ്ട്. നമ്മുടെ ഉള്ളിൽ എന്നാണോ ജഡപ്രകാരമുള്ള കാഴ്ചപ്പാട് മാറി, ഇല്ല, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും അറുക്കാനും മുട്ടിക്കാനുമാണ്, പക്ഷെ ക്രിസ്തു എൻ്റെ അകത്ത് വന്നത് എനിക്ക് ജീവൻ ഉണ്ടാകാൻ, ജീവന്റെ സമൃദ്ധി ഉണ്ടാകാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആമേൻ, പിശാച് എന്റെ അനുഗ്രഹത്തിന് വിരോധമായി നിൽക്കുന്നതാണെന്ന് മനസ്സിലായി എപ്പോഴാണോ ആ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുന്നത്, അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നം, ഒന്നുകിൽ രോഗം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയം. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുള്ള ദിവസമല്ല, എപ്പോഴും പ്രശ്നം. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന എങ്ങനെയാ? അതിന് പല കാരണങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, അവിടെ അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിന് പുറകിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഐ റിബ്യൂക്ക് ദാറ്റ് സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ സ്പിരിറ്റിനെ നമ്മൾ റിബ്യൂക്ക് ചെയ്യുമ്പോൾ, ആ സ്പിരിറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സാഹചര്യം മാറും. ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഏത് കാര്യമാകട്ടെ, ചിലപ്പോൾ നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യം വരുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു, നമുക്ക് വലിയ ആഗ്രഹങ്ങൾ, അത് ചെയ്യാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ജയിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ എപ്പോഴാണോ സ്പിരിച്വൽ ആയിട്ട് ആ കാര്യങ്ങളെ കാണാൻ തുടങ്ങുന്നത്, അവിടെ മുതൽ നിങ്ങളുടെ സാഹചര്യം മാറും. അങ്ങനെ കാര്യങ്ങളെ
ജഡപ്രകാരം കാണാതെ, ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാതെ, ആ വ്യക്തി കാരണമാണ് എൻ്റെ ജീവിതം ആകെ പ്രശ്നം, ആ വ്യക്തി കാരണമാണ് എൻ്റെ സാഹചര്യം എന്ന് ആ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തിയിട്ട്, എന്നാണോ നിങ്ങൾ അതിന് പുറകിൽ നിൽക്കുന്ന സ്പിരിറ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അവിടെ മുതൽ നിങ്ങളുടെ സാഹചര്യം മാറും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്ന് ഒരു പ്രയോജനമില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറും. എന്നാൽ എപ്പോഴാണോ നിങ്ങൾ സ്പിരിച്വൽ തലത്തിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത്, അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ച ആരംഭിക്കും. നിങ്ങളുടെ സാഹചര്യം മാറും. അപ്പൊ അങ്ങനെ ജഡപ്രകാരം കാര്യങ്ങളെ കാണുന്നതിൽ നിന്നും മാറി എപ്പോഴാണോ ആത്മപ്രകാരം കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയായി മാറുന്നത്, അവരെ കുറിച്ചാണ് 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ എപ്പോഴാണ് ജഡപ്രകാരം കാണുന്ന ആ ഒരു മനോഭാവത്തിൽ നിന്ന് മാറി ആത്മാവിൽ കാര്യങ്ങളെ കാണുന്നത്, ആ വ്യക്തിയാണ് പുതിയ സൃഷ്ടി. അല്ലാത്ത ആൾ പുതിയ സൃഷ്ടിയല്ല. അദ്ദേഹം ബോൺ അഗെയിൻ ചർച്ചിൽപ്പെട്ട ആളാണ്, ബോൺ അഗെയിൻ ഗ്രൂപ്പിലുള്ള ആളാണ്, പക്ഷെ റിയൽ ബോൺ അഗെയിൻ അല്ല. ഇഫ് യു ആർ റിയലി ബോൺ അഗെയിൻ, എന്ത് സംഭവിക്കും? ജഡപ്രകാരം നിങ്ങൾ കാര്യങ്ങളെ കാണത്തില്ല. സമൃദ്ധി ഉണ്ടായാൽ എന്റെ അധ്വാന ഫലം അല്ല, കഷ്ടത ഉണ്ടായാൽ എനിക്കറിയാം ഇത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്, ഇതെന്നെ ബാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ ഒന്ന് കണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഉള്ളവര് വചനത്തിൽ എതിരിക്കുന്ന ഇങ്ങനെയാണ്, ക്രിസ്തുവിലായതുകൊണ്ട് സകലതും പുതുതായി തീർന്നു. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വായിക്കാം. ഫിലിപ്പ് ലേഖനം 3:14. ഫിലിപ്പിയൻസ് chapter 3 verse 14. Book of Philippians chapter 3 verse 14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടും. നിങ്ങൾ ഒരു പാർക്കിൽ പോയെന്നിരിക്കട്ടെ, ചുമ്മാ വൈകിട്ട് കുഞ്ഞുങ്ങളായിട്ട് പാർക്കിൽ പോയി, വെറുതെ പോയത് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അവിടെ ചെന്നിരുന്ന് നിങ്ങൾ എന്തായിരിക്കും സംസാരിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രയോജനമില്ലാത്ത രാഷ്ട്രീയ കാര്യമോ ഒരു പ്രയോജനമില്ലാത്ത കഴിഞ്ഞ ദിവസം ചുമ്മാ എന്തെങ്കിലും വർത്താനം പറയും. അവിടെ അതിലെ പോകുന്നവരെ കുറിച്ച് വർത്താനം പറയും. അവിടെ ആരെങ്കിലും ഒരു ഓടായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് അവരെ കുറിച്ച് കമന്റ് പറയും. ആരെങ്കിലും ഒച്ചയിൽ ശബ്ദത്തിൽ സംസാരിച്ച് നമ്മൾ അവരെ കുറിച്ച് കമന്റ് പറയും. നമ്മൾ അവിടെ വേറെ കാരണം നമുക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല. നമ്മളവിടെ ചാരിയിരിക്കും, അലസമായിട്ടിരിക്കും. നമ്മളെ മറ്റുള്ളവരെ കമന്റ് പറയും. ആരെങ്കിലും നിങ്ങളെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരോട് ദേഷ്യമായി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് അടുത്ത് നമ്മളിതെല്ലാം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, അല്ലേ? കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ആ പാർക്കിൽ പോയത് വെറുതെ പോയത്, ടൈം പാസിന് പോയത്. അതുപോലെ നിങ്ങൾ മാർക്കറ്റിൽ പോയിരിക്കുക, സാധനം മേടിക്കാനല്ല, ചുമ്മാ കാണാൻ പോയിരിക്കട്ടെ. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തായിരിക്കും? അവിടുത്തെ സാധനങ്ങളെ കുറിച്ച് കമന്റ് പറയാം, ആ ഷോപ്പിനെ കുറിച്ച് കമന്റ് പറയാം, അവിടുത്തെ കടക്കാരനെ കുറിച്ച് കമന്റ് പറയും. ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോലും അതിന്റെ ചില പേരുകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് കമന്റ് പറയും. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു ഓട്ടക്കളത്തിൽ ഓടുകയാണല്ലോ, നിങ്ങൾ ചുറ്റുപാടുകളൊന്നും ശ്രദ്ധിക്കത്തില്ല. അവിടെ അടുത്തിരിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ പ്ലേ കാർഡ്, നിങ്ങളുടെ പേരെഴുതിയ പ്ലേ കാർഡുമായിട്ട് അവിടെ ആട്, നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴെ പോകും. നിങ്ങളെ കൂക്ക് വിളിക്കുന്ന, നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്ന, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്ക് പറയുന്നവർ അവിടെ കാണും. പക്ഷെ നിങ്ങൾ അവിടെ നോക്കുമോ? ഇല്ല, നോക്കത്തില്ല. നിങ്ങൾ ഓട്ടം നേരെ. കാരണം എന്താണ്? നിങ്ങളൊരു ലക്ഷ്യം സെറ്റ് ചെയ്തിരിക്കുക. പലപ്പോഴും നമ്മൾ ചുറ്റുപാടുകളെ നോക്കി, നിങ്ങൾ അവരെ നോക്കി, ഇവരെ നോക്കി, കൂടെ നിൽക്കുന്നവരെ നോക്കി പിറുപിറുത്തു, അവരെന്നെ മൈൻഡ് ചെയ്തില്ല, അവരെല്ലാം കൂടെ എന്നെ കളിയാക്കി, ഇവരെല്ലാം കൂടെ എന്നെ ഒറ്റപ്പെടുത്തി. അവർ എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ്. ലക്ഷ്യമില്ലാത്ത വ്യക്തി ലക്ഷ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. ചിലർ ലക്ഷ്യമില്ലാതെ ചർച്ചയിൽ പോകും, ചിലർ ലക്ഷ്യമില്ലാതെ ശുശ്രൂഷ ചെയ്യും, ചിലർ ലക്ഷ്യമില്ലാതെ കാര്യങ്ങൾ ചെയ്യും, ലക്ഷ്യമില്ലാതെ വീട്ടിൽ ജോലി ചെയ്യും, ലക്ഷ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അവർക്ക് എല്ലാത്തിനെ കുറിച്ചും പരാതിയാണ്. പക്ഷെ എപ്പോഴാണ് നിങ്ങളകത്തൊരു ലക്ഷ്യം ഉണ്ടാകുന്നത്, ഒരു ലക്ഷ്യം, ഗോൾ, ലക്ഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പരാതി എന്ന് പറയുന്ന സംഭവം അവിടെ കാണത്തില്ല. കാരണം എന്താ പറയുക? അവരെല്ലാം പറയുന്നത് പറയട്ടെ, ഞാനിവിടെ നിൽക്കുന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ, ഞാനിവിടെ നിൽക്കുന്ന ഒരു ലക്ഷ്യത്തോടു കൂടെയാണ്, ഞാനിവിടെ നിൽക്കുന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ. നിങ്ങളുടെ എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഒരു പേന വേണം, പെൻസിൽ വേണം, പേപ്പർ വേണം എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ എഴുതി വെക്കണം,
ഈ വർഷം 2026 നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവണം. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. യു മസ്റ്റ് ഹാവ് എ വിഷൻ. നിങ്ങൾക്ക് ഒരു വ്യക്തമായ ദർശനം ഉണ്ടായിരിക്കണം. അത് ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും നിങ്ങൾ എഴുതി വെക്കണം. ഈ വർഷം ഞാൻ ഇന്നെ പോലെ ആയിരിക്കും. ശുശ്രൂഷിക്കുന്നവരാണോ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ മിനിസ്റ്റർ ചെയ്യുന്നവരാണോ, ചെറിയ ചെറിയ കാര്യങ്ങൾ ശുശ്രൂഷ സഹായിക്കുന്നവരാണോ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളെ ചർച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നവരാണോ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ ഹെൽപ്പ് ചെയ്യുന്നവരാണോ, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ, നിങ്ങൾ തീരുമാനിക്കണം. ഈ വർഷം ഞാനൊരു അസാധാരണമായ ഇന്ന നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യും, ഇന്ന നിലയിൽ ചില സ്റ്റെപ്പുകൾ എടുക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. ഞാൻ ഇന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യും, ഇന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ കാണുന്നത് നിങ്ങൾ എഴുതി വെക്കണം. ഒരു ലക്ഷ്യം എഴുതണം. ഒരു ലക്ഷ്യം നിങ്ങൾ എഴുതണം. ഞാൻ പറയാം, ലക്ഷ്യം എഴുതാത്തവർ ഈ വർഷം മുഴുവൻ മറ്റുള്ളവരെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു കാര്യം പറയാം, ലക്ഷ്യമുള്ളവര്, നിങ്ങളുടെ മുമ്പിൽ ലക്ഷ്യമുണ്ടെങ്കിൽ ആരെല്ലാം നിങ്ങളെ എതിർത്താലും നിങ്ങൾ അത് സന്തോഷത്തോടെ അഭിമുഖീകരിക്കും. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാ. നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാ. നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ഈ ആളുകൾ ഒത്തിരി കമന്റ് പറയുന്ന ചില കാര്യങ്ങളെ പറയാവോ? നിങ്ങളൊരു വീട് പണിയാൻ തുടങ്ങുന്നുണ്ടല്ലോ, ഇതുവരെ നേരെ ഒരു പണിയും ചെയ്തിട്ടില്ലാത്തവനും ആ വീട്ടിൽ അവിടെ നിന്ന് കമന്റ് പറയും, ഇത് ചേട്ടാ അത് ഇങ്ങനെ വെക്കരുതായിരുന്നു കേട്ടോ, അങ്ങനെ അവര് ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തിട്ടുള്ളവരല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, അവരെല്ലാം അത് പറയുമ്പോൾ നിങ്ങൾ ക്വയറ്റ് ആയിട്ടിരിക്കും. കാരണം എന്താ, നിങ്ങളൊരു ലക്ഷ്യത്തിൽ അധ്വാനിക്കുക. നിങ്ങളൊരു ലക്ഷ്യത്തിൽ അധ്വാനിക്കുക, ഒരു ലക്ഷ്യത്തോടു കൂടി പോവാം. നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് വലിയ പ്രതിസന്ധികളെ മറികടക്കത്തക്കവണ്ണം ഒരു പവർ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ആ പവറിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യത്തെ സെറ്റ് ചെയ്യണം. ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഈ വർഷം യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ എന്ത് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ബിസിനസ്സിനകത്ത്, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ലൈഫിനെ സെറ്റ് ചെയ്യണം. ആമേൻ. മേക്ക് എ വിഷൻ. നിങ്ങൾക്കൊരു ദർശനം ഉണ്ടാവണം. നിങ്ങൾക്കൊരു ദർശനം ഉണ്ടാവണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദർശനമുള്ളവരായിട്ട് മാറണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദർശനമുള്ളവരായിട്ട് മാറണം. ആമേൻ. ഹല്ലേലൂയ. ദർശനം നിങ്ങൾ എഴുതി വെക്കണം. നമ്മൾ വചനത്തിൽ പല സ്ഥലത്ത് കാണുന്നുണ്ട്, ദർശനത്തെ എഴുതി വെക്കാൻ പറയുക. എഴുതി വെക്കുക, ദർശനത്തെ എഴുതി വെക്കണം. നിങ്ങൾക്ക് ഒരു ദർശനം ഉണ്ടാകണം. ദർശനം വിഷൻ എന്നാണ് ഇംഗ്ലീഷ്. ആ വാക്കായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ദർശനം. നിങ്ങൾക്കൊരു ദർശനം ഉണ്ടായിരിക്കും, ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഈ വർഷം ഞാൻ കർത്താവിൽ ഇങ്ങനെ ആയിരിക്കും എന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കാറുണ്ട്. ഈ വർഷം ഞാൻ ഒരാഴ്ച പോലും ചർച്ചിൽ പോകുന്നത് മുടക്കത്തില്ല. ഞാൻ ഈ ഒരാഴ്ച കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാളും കൂടുതൽ കർത്താവിന് വേണ്ടി ചെയ്യും. ഞാൻ ചിലത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾ എഴുതണം. എന്റെ വീട്ടിനകത്ത് ഞാൻ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ലൂസ് ടോക്ക്, നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, നിങ്ങൾ തീരുമാനിക്കണം, ഇല്ല ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളായിരിക്കത്തില്ല. നിങ്ങൾ ഒത്തിരി ദേഷ്യമുള്ളവരാണോ, നിങ്ങൾ കർത്താവിൽ ഈ വർഷത്തിൽ ഞാൻ അതിനെ മറികടക്കും. നിങ്ങൾ ചിലർക്ക് ജീവിതത്തിൽ അനുസരണക്കേട് അവർ അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അവർ വിചാരിക്കും ഞാൻ ഭയങ്കര അനുസരിക്കുന്ന ആളാണ്. പക്ഷെ റിയൽ ആയിട്ട് അവര് ഡിസൊബീഡിയന്റിന് അകത്ത് കിടക്കുക. അനുസരണക്കേടിനെ കുറിച്ച് ശൗലിനോട് കർത്താവ് പറഞ്ഞ അനുസരണക്കേട് അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോ ഒബീഡിയൻസ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എങ്ങനെ കൂടുതൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും നിങ്ങൾ എന്താണ്, യു മസ്റ്റ് ഹാവ് എ വിഷൻ. നിങ്ങളൊരു ദർശനമുള്ളവരായിട്ട് മാറണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ദർശനം സെറ്റ് ചെയ്യണം. നിങ്ങളൊരു ദർശനം സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു വിഷൻ ഉണ്ടാവണം. വിഷന്റെ കൂടെ അടുത്തുണ്ടാവേണ്ടതാണ് സ്ട്രാറ്റജി. അത് മലയാളത്തിൽ തന്ത്രജ്ഞത എന്നൊക്കെ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾ തന്ത്രമൊക്കെ എഴുതി വരുമ്പോൾ തന്നെ വള്ളിയൊക്കെ തെറ്റിപ്പോ. അതുകൊണ്ട് തന്ത്രജ്ഞത എന്നൊന്നും എഴുതണ്ട, സ്ട്രാറ്റജി എന്ന് എഴുതി വെച്ചാൽ. എന്താണ് സ്ട്രാറ്റജി? ഇഫ് യു ഹാവ് എ വിഷൻ, വിതൗട്ട് സ്ട്രാറ്റജി വിഷനിൽ എത്താൻ പറ്റത്തില്ല. അതെന്താണ്? അതിനുള്ള കാര്യപരിപാടികളെ സെറ്റ് ചെയ്യണം. എന്താണ്? നിങ്ങൾ വിചാരിക്കുകയാണ് ഈ വർഷം ഞാൻ എന്താ പറയുക, ഞാനൊരു ചെറിയ ഒരു ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു ചെറിയ കാര്യം പറയുക. ഞാൻ ഈ വർഷം ഒരു വീട് വയ്ക്കും എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിനൊരു സ്ട്രാറ്റജി വേണം. എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക. അതിന് ഇത്രയും രൂപ
എനിക്ക് ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട്, ആ പൈസ ഞാൻ എടുക്കും. ബാക്കിയുള്ള പണം ഇന്നിന്ന സ്ഥലത്തുനിന്ന് ഞാൻ കണ്ടെത്തും. ഇന്നിന്ന പോലെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ആ കാര്യത്തിന് ഞാൻ ഈ വർഷം ഇന്നിന്ന സാധനങ്ങൾ വാങ്ങിക്കും. ഇന്ന രീതിയിലായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഒരു സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജി, അതിന്റെ ചുവടുകൾ എഴുതി വെക്കണം, സ്റ്റെപ്പുകൾ എഴുതി വെക്കണം. ഈ മാസം ജനുവരിയിൽ എന്ത് ചെയ്യും അത് എഴുതി വെക്കണം, ഫെബ്രുവരിയിൽ എഴുതി വെക്കണം, മാർച്ചിൽ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നിങ്ങൾ സീരിയസ് ആകണം, തമാശക്കാരാകരുത്. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ഈ കഴിഞ്ഞ മാസം എനിക്ക് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യണം. അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോ ആദ്യം നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവണം. എവിടെയാകട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ച് നിങ്ങളൊരു ദർശനം എഴുതണം. നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് ഒരു ദർശനം എഴുതണം. അതായത് ഇത് തമാശയായിട്ട് കാണരുത്. നിങ്ങൾ ഇത് സീരിയസ് അല്ലാതെ, ഇത് എന്നോടല്ല, ഇത് ഞാനൊരു വീട്ടമ്മയല്ല, എനിക്കെന്തോ ആ സ്ട്രാറ്റജി, എനിക്കെന്തോ ആ വിഷൻ അല്ല. നിങ്ങൾക്കും ഒരു വിഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. രൂത്ത് എന്ന് പറയുന്ന ആ ഒരു സഹോദരി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. പക്ഷെ അവളൊരു വിഷൻ സെറ്റ് ചെയ്തു. ഞാൻ ഇന്നു മുതൽ എന്റെ വീട്ടിലെ ചെലവിനുള്ളത് ഞാൻ ഭിക്ഷാടനം ചെയ്യത്തില്ല, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരും. പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അത് പിന്നത്തതിൽ എന്ത് ചെയ്തു? അവൾ അധ്വാനിക്കുന്നവളാ. അവള് സ്ഥിരമായി അധ്വാനിക്കാൻ തുടങ്ങി, കൂടെ പോകാൻ തുടങ്ങി. പിന്നത്തതിൽ ആ സ്ഥലത്തിന്റെ തന്നെ ഉടമയായിട്ട് കർത്താവ് മാറ്റി. ചിന്തിച്ചു നോക്കിക്കേ. യോസഫ് അവന്റെ പോത്തിഫറിന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു അറിയാമോ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യം ചെയ്യുന്നവനായിരുന്നു. ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നത് ദൈവം അവൻ ചെയ്യുന്നതിനെല്ലാം മാനിച്ചു. അവന് എന്ത് ചെയ്തു? അവിടെ ധാന്യം വന്നപ്പോ അവനൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തു. സ്ട്രാറ്റജി, 7 വർഷത്തെ ക്ഷാമം അതിനെ ഫേസ് ചെയ്യാൻ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി വേണം. ഒരു സ്ട്രാറ്റജി വേണം. നിങ്ങളതിന് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങളെന്ന് വേണം ജസ്റ്റ് നമുക്ക് മനസ്സിലാത്ത രീതിയിലൊന്ന് പറയാം. ഇന്ന പോലെ ആയിരിക്കും ഞാൻ ഈ കാര്യങ്ങൾ, ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഇന്ന പോലെ ആയിരിക്കും, ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഇന്ന പോലെ ആയിരിക്കും, ഞാൻ അതിന് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും, ഞാൻ ആ കാര്യത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ ബിസിനസ് നല്ലപോലെ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യുന്നവര് നിങ്ങൾ ചിന്തിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു മാസം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഞാൻ വായിക്കും. ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവർ തീരുമാനിക്കണം. സ്പിരിച്വലി വളരുന്ന നിലയിൽ ഞാൻ ഒന്നുകിൽ പുസ്തകങ്ങൾ വായിക്കും, ഇല്ലെങ്കിൽ ഞാൻ ബൈബിൾ തുടർച്ചയായിട്ട് വായിക്കും. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കും. ഞാൻ ദിവസത്തിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ ദിവസത്തിൽ ഞാൻ 1 മണിക്കൂർ ബൈബിൾ വായിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യും. ഞാൻ ആഴ്ചയിൽ ഒരു പുതിയ കുടുംബത്തിലേക്ക് വിസിറ്റ് ചെയ്ത് അവരോട് കർത്താവിനെ കുറിച്ച് പറയും. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളൊരു ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് ഈ വർഷം ആത്മാക്കൾ എന്താണ്? ഞാൻ ഉദാഹരണം പറയാം. ഈ വർഷം ഞാനൊരു 365 ആത്മാക്കളോട് സുവിശേഷം പറയും. നിങ്ങൾ ഒരാൾ തീരുമാനിച്ചിരിക്കട്ടെ, അതെങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? അത് ഇന്ന പോലെ. നിങ്ങളൊരു സ്ട്രാറ്റജി, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ വിഷന്റെ കൂടെ ഒരു സ്ട്രാറ്റജി വേണം. ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാവണം. വിഷന്റെ കൂടെ സ്ട്രാറ്റജി ഉണ്ടാവണം. നിങ്ങളുടെ കഴിവ് വെച്ച് സ്ട്രാറ്റജി ചെയ്യരുത്. നിങ്ങളുടെ കഴിവനുസരിച്ചുള്ള സ്ട്രാറ്റജി ആയിരിക്കരുത്. കർത്താവിൽ ആശ്രയിക്കുന്ന നിലയിലുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ എഴുതണം. നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവണം. വിഷന്റെ കൂടെ തന്നെ സ്ട്രാറ്റജി ഉണ്ടാവണം. വിഷന്റെ കൂടെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ഞാൻ ആ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, അങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ബിസിനസിന്റെ, നിങ്ങളുടെ ജോലിയുടെ മേൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാവട്ടെ. ഒരു സ്ട്രാറ്റജി ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ, ആ മേഖല ഒരു സ്ട്രാറ്റജി. ഞാൻ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്തില്ലേ, നിങ്ങൾ ചിന്തിക്കണം അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തീരാനായിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഞാൻ ഇന്ന കാര്യത്തെ കുറിച്ച് കൂടുതൽ പഠിക്കും. വചനം വായിക്കാനായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് സ്ട്രാറ്റജി, വിഷൻ ഉണ്ടാവണം. 2 സ്ട്രാറ്റജി, തന്ത്രജ്ഞത. ആമേൻ. 3ാമത്തത് ഹല്ലേലൂയ, പ്രതിബദ്ധത. അതായത് കമ്മിറ്റ്മെന്റ്. എന്താണ്? ചിന്തിച്ചു നോക്കിക്കേ. ഒരു കമ്മിറ്റഡ്, നമ്മൾ ചിലർ പറയും ഞാൻ കമ്മിറ്റഡാ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമാണ് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ വാല്യുബിൾ ആയിട്ട് കാണുന്നതിനെ പോലും അവോയ്ഡ് ചെയ്ത് ഞാൻ കമ്മിറ്റഡ്. പലരെയും കണ്ടിട്ടില്ലേ? ചിലര് ചർച്ചിലെ മെമ്പേഴ്സാ, പക്ഷെ ചിലരൊക്കെ വളരെ കമ്മിറ്റഡാ. ചിലര് ശുശ്രൂഷകന്മാരാ, ചില ശുശ്രൂഷകന്മാർ റിയലി കമ്മിറ്റഡാ. ചില സ്ഥലത്ത് ജോലിക്കാരാണ്, പക്ഷെ ആ ജോലിക്കാർ റിയലി കമ്മിറ്റഡാ. ചില സ്ഥലത്ത് കണ്ടില്ലേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ പഠിക്കുന്നവരാണ് എല്ലാവരും, പക്ഷെ ചില കുഞ്ഞുങ്ങൾ റിയലി കമ്മിറ്റഡാ. ആമേൻ. ചില ബിസിനസ്സുകാരുണ്ട്, അവർ ബിസിനസ് ചെയ്യും, പക്ഷെ ചില റിയലി കമ്മിറ്റഡാ. ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവണം, സ്ട്രാറ്റജി ഉണ്ടാവണം. 3rd one, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ ഹല്ലേലൂയ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കും. നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ലാതെ നിങ്ങൾ ഫോണിൽ മണിക്കൂറുകൾ സംസാരിച്ച് സമയം കളയുന്നവരാണോ? ഈ വർഷം നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ അതില് സമയം ഇനി അധികം ചെലവഴിക്കത്തില്ല.
നിങ്ങൾ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നവരാണോ? ഇല്ല, ഞാൻ ഒരുപാട് സമയം കളയുന്ന ആളായിരിക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നവരാണോ? നിങ്ങൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ വചനം വായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം, അതിനകത്തൊന്നും ഞാൻ അതിനെ ഒന്നും നോ എന്ന് പറയല്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പലരും ബിസി ആകുന്നതിന് കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് വിഷൻ ഇല്ലാത്ത ഒരാൾ എപ്പോഴും പറയും ഞാൻ ഭയങ്കര ബിസിയാന്ന് പറയും. ദർശനമില്ലാത്ത ആള് പറയും ഞാൻ ത്യാഗം, എന്ത് സാക്രിഫിഷ്യൽ ആയിട്ട് ഞാൻ എന്റെ പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്നത്. വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സാക്രിഫൈസ് എന്നുള്ള വാക്കുണ്ടാകുന്നത്. വിഷനുള്ള വ്യക്തി ഒരിക്കലും സാക്രിഫൈസ് എന്ന വാക്ക് പറയത്തില്ല. എന്താ പറയോ? വിഷനുള്ള ആളുടെ സ്ട്രാറ്റജിയാണ് ആ ടൈം ഒഴിവാക്കിയത്. അത് ത്യാഗമല്ലത്. ആമേൻ. അപ്പോഴ് നിങ്ങൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം, കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. എന്താ പറയുക, ഞാൻ ഇന്ന കമ്മിറ്റഡ് ആകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ ആവശ്യമില്ലാതെ സമയം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാമോ? നിങ്ങൾ ഒരു ദിവസത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കുന്ന അത്രയും മണിക്കൂറുകൾ, നിങ്ങൾ ഒരു 8 മണിക്കൂർ ഉറങ്ങി നിന്നിരിക്കട്ടെ, ബാക്കിയുള്ള മണിക്കൂറുകൾ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾ ഒരു ദിവസം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ലൈഫിനകത്ത് എന്നെ പഠിപ്പിച്ച ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ബൈബിളിലെ 2 പുസ്തകങ്ങൾ എടുത്തിട്ടാണ് പറഞ്ഞത്. ഒന്ന് ദിനവൃത്താന്തം, 2 നമ്പേഴ്സ്. ദിനവൃത്താന്തം പറഞ്ഞാൽ ദിവസവും നടന്ന കാര്യങ്ങൾ ഡയറി എഴുതുക, 1. 2 അക്കൗണ്ട്സ് എഴുതുക. എല്ലാ ദിവസത്തെയും നിങ്ങളുടെ വരവ് ചെലവുകൾ കണക്കെടുത്ത്. ഞാൻ ചോദിക്കട്ടെ, പ്രോസ്പർ ആകണമെങ്കിൽ ഫിനാൻഷ്യലി മാനേജ്മെന്റ് അറിയാത്ത ഒരാൾ പ്രോസ്പർ ആകത്തില്ല. ഫിനാൻസ് മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരാള് പ്രോസ്പർ ആകത്തില്ല. ഒരാൾ എപ്പോഴാണ് ബിസി എന്ന് പറയുന്നതെന്ന് അറിയാമോ? ഈസ് നോട്ട് മാനേജ് ഹിസ് ടൈം. അദ്ദേഹത്തിന്റെ സമയത്തെ മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരാൾ ബിസി ആയിരിക്കും. സമ്പത്തിനെ മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരാള് പോവർട്ടി കിടക്കും. എത്ര സമ്പത്ത് വന്നാൽ അവിടെ മിച്ചം കാണത്തില്ല. പക്ഷെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഒരു ദിവസം നമ്മുടെ ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളൊരു കാര്യം പഠിക്കണം. നിങ്ങളുടെ അയൽവക്കക്കാരെങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കാനുള്ളവരല്ല നിങ്ങൾ അതിനേക്കാളും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാനുള്ളവരാണ്. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ വരുമാനത്തിന്റെ പല മടങ്ങ് ചെലവാക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. നിങ്ങളുടെ വരുമാനം എന്താണോ അതനുസരിച്ച് വേണം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ. അത് ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യണം. അതിനകത്ത് നിങ്ങൾ കാര്യങ്ങൾ നിർത്തണം. ഞാൻ പറയാം, ഈ വർഷം നിങ്ങൾ ഒറ്റ രൂപ ആരുടെ ഒന്നും കടമെടുക്കത്തില്ല. നിങ്ങളുടെ വീട്ടിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഒരു ദിവസം പോലും പറയാൻ ഇടവരത്തില്ല. നിങ്ങൾ ഫിനാൻസ് മാനേജ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ടൈം ഒന്ന് മാനേജ് ചെയ്ത് നോക്കിക്കേ. പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറയുന്നില്ല. നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാവും. ഞാൻ പറയാം, ഭർത്താക്കന്മാര് ഭാര്യയായിട്ട് ഡിസ്കസ് ചെയ്യുക, സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഭാര്യമാര് ഭർത്താക്കന്മാരെ ഡിസ്കസ് ചെയ്യുക, നിങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എന്നും പറഞ്ഞ് ഈ പിശുക്കത്തരം കാണിക്കുകയും ചെയ്യരുത്. അതായത് ഈ എന്താ പറഞ്ഞ എല്ലാത്തിനകത്ത് ഞെരുങ്ങി ജീവിക്കണം, അങ്ങനല്ല. സ്മാർട്ടായിട്ട് ജീവിക്കണം. പക്ഷെ ഒരു കാരണവശാലും അത് ദൂർത്തായിട്ട് മാറരുത്. അപ്പോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ സമയം, നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ തീരുമാനിക്കണം ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഞാൻ അന്നത്തെ ദിവസം ചെയ്യാനുള്ള കംപ്ലീറ്റ് പണി ഞാൻ ചെയ്തു തീർക്കും, ഞാൻ ഫ്രീ ആയിരിക്കും എന്ന് നിങ്ങൾ പറ്റുമെന്നേ. വൈകിട്ട് രാവിലെ 8 മണി മുതൽ 5 മണി വരെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ കേട്ടോ പറയുന്നത്. അങ്ങനെയുള്ളവർ അതനുസരിച്ച് നിങ്ങളുടെ ടൈം പ്ലാൻ ചെയ്യും. നിങ്ങൾ നേരത്തെ വരിക, കിടക്കുക, നിങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക, ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്തുക, അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ നമ്മൾ ഈ 3 കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാണ്. നിങ്ങൾക്ക് വിഷൻ ഉണ്ടാവണം. വിഷൻ ഉള്ളതിന് ആ ദർശനത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടികൾ എഴുതി വെക്കണം, സ്ട്രാറ്റജി എഴുതി വെക്കണം. അതിന് നിങ്ങൾ എന്തൊക്കെയാണോ സാക്രിഫൈസ് ചെയ്യേണ്ടത്, സാക്രിഫൈസ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്തൊക്കെയാണോ നിങ്ങൾ ഒഴിവാക്കേണ്ടത്, എന്തൊക്കെയാണോ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത്, എന്തൊക്കെയാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിന് ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ഏറ്റവും
വലിയൊരു ആയുധം പറഞ്ഞുതരാം, വലിയൊരു സീക്രട്ട് പറഞ്ഞുതരാം. കുറച്ച് സംസാരിക്കുക, സംസാരം മിതപ്പെടുത്തുക, സംസാരം മിതപ്പെടുത്തുക. സംസാരിക്കുന്ന കാര്യം എങ്ങനത്തെ കാര്യം സംസാരിക്കുള്ളൂ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, ആത്മീയ വർധനയ്ക്ക് നല്ല വാക്കല്ലാത്തൊന്നും പറയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ചിലർക്ക് ഒരു പണിയും കാണത്തില്ല, അവർ നിങ്ങളെ ഇങ്ങനെ ഫോൺ വിളിച്ച് എന്നോട് പിന്നെ പറ, നമ്മൾ ഫോൺ വെക്കാന്ന് പറ, പിന്നെ പറ എന്നോട്, പിന്നെ പറ എന്നോട്. നിങ്ങൾ അവരുടെ ഉപയോഗ വസ്തുവായിട്ട് മാറരുത്. നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, സംസാരിക്കുക, നിർത്തുക, പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്പൊ നമ്മൾ നേരത്തെ കേട്ട പോലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. ജനുവരി മുതൽ പല കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യും, എന്നിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓർത്ത് ഡിസംബർ ആകുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുന്നതെന്ന് ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പറഞ്ഞത് ഇനി അടുത്ത വർഷം ചെയ്യുമെന്ന്. ഞാൻ ഓർത്തതെന്നറിയോ, ഡിസംബർ ആകുമ്പോൾ തീരുമാനിച്ചു ഇനി ഞാൻ നന്നാകത്തേ ഇല്ല എന്ന്. ഞാൻ ഇത്ര മാസം നോക്കിയിട്ട് നന്നായില്ല, ഇനിയിപ്പോ നന്നാകത്തില്ല എന്നങ്ങ് തീരുമാനിച്ചു ഡിസംബർ ആയി. ഇല്ല, കഴിഞ്ഞ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഫ്രൂട്ട്ഫുൾ അല്ലായിരുന്നിരിക്കാം, പക്ഷെ ഈ വർഷം നിങ്ങൾ തീരുമാനിക്കണമില്ല, ഞാൻ ഡെഫിനറ്റ്ലി ഈ വർഷം എന്റെ ജീവിതം ഫലകരമായി തീരും. ഞാൻ നിങ്ങളോട് കാര്യം പറയാം, നമ്മൾ ജീവിക്കുന്നത് പോലെ ഇതുപോലൊരു കാലഘട്ടം, എന്റെ വായിൽ വേറൊരു വാക്കാ വന്നു, പക്ഷെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇത്രത്തോളം സ്നേഹം നഷ്ടപ്പെട്ട, ഇമോഷൻസ് നഷ്ടപ്പെട്ട, കരുതൽ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈവൻ ഏറ്റവും അടുത്ത ബ്ലഡ് റിലേറ്റീവ്സിനടുത്ത് പോലും ഇതുപോലെ ഗ്യാപ്പുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും ലോകത്തിന് വെളിച്ചമാകാൻ വിളിക്കപ്പെട്ടവരാ, ലോകത്തിന് ഉപ്പാകാൻ വിളിക്കപ്പെട്ടവരാ. നിങ്ങൾ സംസാരിച്ച് തീർക്കരുത്, നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് സമയം കളയരുത്, മറ്റുള്ളവരുടെ കുറ്റം കണ്ട് സമയം കളയരുത്. ആ കുറ്റത്തിന്റെ നടുവിൽ, ഇരുട്ടിന്റെ നടുവിൽ പ്രകാശിക്കാനായിട്ട് കർത്താവ് നിന്നെ വിളിച്ചത്, പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രകാശിക്കാനായിട്ട് കർത്താവ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ആമേൻ. നിലവിളിക്കുന്ന എല്ലാവരും കൂടെ നിലവിളിക്കാനല്ല നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ഞാനിതിനെ ഇങ്ങനെ പറയുക, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. യേശുവിനെ, ആമേൻ, ശിഷ്യന്മാരെല്ലാം കൂടെ യേശുവിനെ വിളിച്ചുണർത്തി, ആമേൻ. ഹല്ലേലൂയ. പക്ഷെ യേശുവിന്റെ എന്തറിയോ, കാറ്റിനെ കടത്തി ഉറക്കി. ഞാൻ പറയട്ടെ, നീ ആമേൻ, നിങ്ങളെ എല്ലാത്തിനും സഹായിക്കണേന്ന് ആരെങ്കിലും നിലവിളിക്കാനല്ല, വിഷയങ്ങളോട് കൽപ്പിക്കാനാണ് നിങ്ങളുടെ വിളി. ഈ വർഷം നിങ്ങളുടെ അസാധാരണ വർഷമായിട്ട് മാറണം. നിങ്ങൾ 3 കാര്യം മറക്കരുത്. 1, നിങ്ങൾക്കൊരു ദർശനം ഉണ്ടാവണം. 2, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. 3, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ഫിനാൻസിനെ കുറിച്ച്, നിങ്ങളുടെ സമയത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ അത് എഴുതി വെക്കണം. ഈ വർഷം എഴുതി, ഈ ഒരാഴ്ച, വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിന് ഈ 3 കാര്യം കർത്താവിന്റെ കൃപയിൽ നിങ്ങളത് പ്രാപിച്ചെടുക്കണം. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനത്തിന്റെ വലിയ മഹത്വം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന ദിവസമായി മാറട്ടെ. പരിശുദ്ധാത്മ ഞങ്ങളെ ഓരോരുത്തരും അതിനെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.